What's up, Chelsea fans, football fans? Welcome back to Chelsea Current channel. Graham Potter, ഏകദേശം here we go. ഇന്ന് എൻ്റെ കൂടെ ഇപ്പുറത്ത് സാംകർ, അപ്പുറത്ത് ചാരവ. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചില്ല് ഔട്ട് ചെയ്തോണ്ടിരിക്കും ഓണം നല്ല രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, തിരുവോണാശംസകൾ. എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാനുള്ള വിചാരമാണ് ഇരിക്കുന്നത്. സോ ഏകദേശം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം, നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം ഒരു ഹായ് തരൂ. ഹായ് ഡീനിയോ, ഹായ്. So everybody, hi. Happy Onam. Is Graham Potter is in, so he is almost ready to be unveiled as Chelsea coach. Graham Potterലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇൻഫാക്ട് വൈ ചെൽസി സാക്ട് ടൂക്കൽ അല്ലെങ്കിൽ എന്തായിരുന്നു ഉള്ളൊരു ഇത്. സോ ആഫ്റ്റർ ഒരു 24 മണിക്കൂറിന് ശേഷം ഡസ് ഇറ്റ് സ്റ്റാർട്ട് മേക്കിംഗ് സെൻസ്, എന്തുകൊണ്ട് നമ്മൾ സാക്ക് ചെയ്തു എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഗ്രാം പോർട്ടറിലെ ഡിസ്കഷനിലേക്ക് വരാം. സോ എവരിബഡി ഹായ്. റിക്, ജോൺ, ജോർജ്, കബീബ്, AJ24, ജിതിൻ, സുബിൻ, ജനീഷ്, എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹാപ്പി ആണ്. ഗിരീഷ് ഹായ് ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ആണ്. പിന്നെ SK പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ലൈക്ക് ഇറ്റ് സ്റ്റിൽ ഡസ് നോട്ട് മേക്ക് സെൻസ് ടു മീ. യെസ്, കുറച്ച് ന്യൂസ് വന്നപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഫൈൻ, ദർ വാസ് എൻ ഇഷ്യൂ ഡിഫറൻസ് ഇൻ എക്സ്പെക്ടേഷൻസ് ബിറ്റ്വീൻ കോച്ച് ആൻഡ് ഓണർ. ആ ഒരു ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഒരു ദിവസം കൊണ്ട് ഗ്രാഹാം പോട്ടർ വേറൊരു ക്ലബിന്റെ കോച്ചിനെ പോച്ച് ചെയ്തിട്ട് എടുക്കുക പറഞ്ഞാല് ഇറ്റ് ഹാസ് ടു ബി എ പ്രീ പ്ലാൻ തിങ്. ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ് അറ്റ്ലീസ്റ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു കുക്കുറേനെ സൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, കുക്കുറേനെ ഇപ്പൊ തന്നു കഴിഞ്ഞാൽ നൈസായിട്ട് ഞങ്ങൾ ഗ്രാം പോട്ടറിനെ മേടിക്കാൻ കുറച്ചാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഡയലോഗും കൂടെ നടന്നു തോന്നുന്നു അതിനിടയ്ക്ക്. അപ്പൊ ബ്രൈറ്റൺ പറഞ്ഞു വേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞു ലീവൈ കോൾഡിലും ഗിൽവറിനും എടുത്തോ, കുഴപ്പമില്ല. സോ എല്ലാം ഒരു ഡീൽ. ആൻഡ് ഐ തിങ്ക് ഇടയ്ക്ക് പണ്ടൊരു റൂമർ ഉണ്ടായിരുന്നു, ഇൻ ദ സെൻസ് ദാറ്റ് 1 month ago ഓൾമോസ്റ്റ് ഒരു റൂമർ ഉണ്ടായിരുന്നു ദാറ്റ് എന്തോ പ്രീമിയർ ലീഗിന്റെ എല്ലാ ഓണേഴ്സും തമ്മിലൊരു മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു ഐ ഗെസ്. ആൻഡ് വി ഹാഡ് സ്പെഷ്യലി ടോക്ക് ടു ദ ഓണർ ഓഫ് ബ്രൈറ്റൺ. എന്തോ അങ്ങനെ പോലത്തെ ഒരു റൂമർ എന്തോ വായിച്ച ഓർമ്മയുണ്ട് എനിക്ക്. ഇറ്റ്സ് ബീൻ എ വൈൽ. മേ ബി ഈ ഒരു സംഭവം ആവായിരിക്കും. ഇറ്റ്സ് എൻ ഔട്ട്സൈഡ് തിങ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സ്പെക്കുലേഷൻ. ഈ ഒരു റൂമർ ഓർമ്മ വന്നുകൊണ്ട് മാത്രം പറയാം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സോ either ways, Graham Potter, we don't know what to expect. And at least I don't know exactly what to expect. Is not proven at the top level. Yes, lower levels. നമ്മുടെ ബ്രൈറ്റൺ എനിക്ക് അറിയായിരുന്നു. ബ്രൈറ്റൺ ഒരു 2 വർഷം മുമ്പ് we were like എപ്പർ റിലേഗേറ്റീവ് പറയപ്പെടുന്ന ടീമായിരുന്നു. ആൻഡ് സഡൻലി they are like stable. Like കഴിഞ്ഞ സീസൺ നല്ലോണം പെർഫോം ചെയ്തു, ഈ വർഷവും നല്ലോണം പെർഫോം ചെയ്തിട്ട് and they have got like those really good players also in their ഒരു unexpected ഒരു like ഒരു എല്ലാ വർഷത്തും ഒരു ഫൈൻസ് ഉണ്ടാവില്ല ലൈക്ക് ഫോർ സർട്ടൻ പ്ലേയേഴ്സ്, ആൻഡ് മെനി ഓഫ് ദം എൻഡ് അപ്പ് കമ്മിങ് ഫ്രം ബ്രൈറ്റൺ. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് ടു സീ. കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്, പ്രോമിസ് ഉണ്ട്, പക്ഷെ will he be able to convert to a top 6 team? That is the biggest question. Top 6 ഓ top 4? നമ്മൾ ടോപ്പ് 4 താഴെ സംസാരിക്കാറില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ പ്രീമിയർ ലീഗ് ടോപ്പ് 6 ബിഗ് ടീംസ് ഇല്ലേ, അങ്ങനെ ഉദ്ദേശിച്ചത്. കമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഹൗ ഇസ് പോട്ടർ ബെറ്റർ ദാൻ TT? ഡൗൺഗ്രേഡ് ആവുമോ? Does look like Potter staying long, same formation, same style. ചെൽസിയുടെ മാവേലി ആവട്ടെ പോട്ടർ. ജിത്തു? Yeah, obviously excited to see Potter, like an English manager, first time. Like lot of expectations as well as pressure on him. So obviously അതുകൊണ്ട് ആകെയുള്ളൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഹി ഹാസൻ മാനേജ്ഡ് എ ടോപ്പ് 4 ടീം ബിഫോർ. ലൈക്ക് ഒരു ബിഗ് ടീം എക്സ്പീരിയൻസ് ഇല്ല. അതർ ദാൻ ദാറ്റ് ഹി ഈസ് ലൈക്ക് ടാക്ടിക്കലി സൗണ്ട് ആൻഡ് ദ പ്രൊഫൈൽ ദാറ്റ് ബോളി ഈസ് ലുക്കിംഗ് ഫോർ, ലൈക്ക് ബോളി ലൈക്ക് റിപ്പോർട്ട്സ് വായിച്ചനുസരിച്ച് ലൈക്ക് ബോളി ഈസ് ലുക്കിംഗ് ഫോർ സമ്മൺ ഹു ഈസ് able to provide inputs on and off the pitch, like work closely along with him. So Tuchel is like a fantastic coach, master tactician. No one has a doubt on him. But then off the pitch, Tuchel, like or administrative, like managerial, like outside the club, or director of football, and അങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ I don't know, because Tuchel തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, I'm just a coach, but പുറത്തുള്ള കാര്യത്തിൽ ലൈക്ക് പുള്ളിക്ക് ഇടപെടാൻ താല്പര്യമില്ലാന്ന്. അപ്പോൾ ഓബ്വിയസ്ലി ബോളി ആയിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യാൻ പറ്റണ ടൈപ്പ് പ്രൊഫൈൽ അല്ല ടൂക്കലിന്. പക്ഷെ അതുകൊണ്ടല്ല ലൈക്ക് പുള്ളി സാക്ക് ചെയ്ത് ലൈക്ക് പ്രോബ്ലംസ് പ്ലേയേഴ്സും
പിന്നെ ക്ലിക്ക് ആവാത്തതും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു സാക്കിന് മെയിൻ കാരണം. എന്നാലും ലൈക്ക് ബോലി കൈൻഡ് ഓഫ് പ്രൊഫൈലാണ് ഗ്രാം പോട്ടർ. Obviously, he has worked as like director of football for Ghana women's team in 2007 World Cup. So അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസും ഉള്ളൊരു കോച്ചാണ് ഗ്രാം പോട്ടർ. ലൈക്ക് ഹി ഈസ് ഹൈലി റേറ്റഡ് ഇൻ ഇംഗ്ലണ്ട്. ഒബ്വിയസ്ലി ഇംഗ്ലീഷ് മീഡിയ കുറച്ചെങ്കിലും ഉണ്ടെങ്കിലും ഊതിപ്പെരിപ്പിക്കും, അത് വേറെ കാര്യം. ബട്ട് ദെൻ ഹി ഈസ് ഹൈലി റേറ്റഡ് ബൈ അതർ കോച്ചസ് ലൈക്ക് പെപ്പ് ആൻഡ് ക്ലോപ്പ്. സോ അതുകൊണ്ട് ലൈക്ക് ഐ എം പ്രിറ്റി ഹോപ്പ്ഫുൾ അബൌട്ട് ഹിം. ബട്ട് ദെൻ ഈ ഒരു ബിഗ് ടീം വരുമ്പോൾ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആണ് ലൈക്ക് കണ്ടറിയേണ്ടത്. ലൈക്ക് ദാറ്റ് വി വിൽ ഹാവ് ടു വെയിറ്റ്. ബട്ട് ദെൻ ടാക്ടിക്കലി സൗണ്ട് എക്സൈറ്റിംഗ് കോച്ച്. ഹോപ്പ്ഫുള്ളി നമസ്കാരം, നമുക്ക് നമ്മുടെ ഡ്രങ്ക് ടോമിനെ ഇൻവൈറ്റ് ചെയ്യാം. നമസ്കാരം, ഓണമായിട്ട് എന്താ റെഡി? ഓണമായിട്ട് നല്ല ഉഷാർ. നമ്മുടെ വിഷമങ്ങളെല്ലാം കുടിച്ചു തീർക്കുക എന്നുള്ള ടിപ്പിക്കൽ സൊല്യൂഷനിലേക്ക് ഞാൻ കയറി. ഇന്നലത്തെ ഫ്രസ്ട്രേഷൻ എല്ലാം പിടിച്ചു വെച്ച്, പക്ഷെ ഇന്ന് കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളെല്ലാം. അതെ, ഗ്രൂപ്പിലായാലും അല്ലാതെ പേഴ്സണലി മെസ്സേജ് ചെയ്തതിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ അൺഫിൽറ്റേഡ് തോട്ട്സ് ഷെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ലൈവ് വന്നത്. അപ്പോൾ ഇതിൽ ഭാഗമാകാൻ പറ്റിയതിൽ വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ മുണ്ടൊക്കെ ഇട്ടിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലൊരു പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ലൈവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓടി വന്നതാണ്. ഞാൻ മുണ്ടൊക്കെ ഊരി വെച്ചു, ഞാൻ മുണ്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. ഞാൻ മുണ്ടൊക്കെ ഊരി വെച്ചു. കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആർ യു ഹാപ്പി വിത്ത് സൈനിങ് ഓഫ് പോട്ടർ? പോട്ടർ വന്നു കഴിഞ്ഞാൽ ചെൽസിയിൽ എന്താവും? പോട്ടറിന്റെ ഫോർമേഷൻ ചെൽസിക്ക് പറ്റിയ ഫോർമേഷൻ തന്നെയാണോ? സോ ഐ തിങ്ക്, പക്ഷെ നമുക്ക് ഇപ്പൊ ഈ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഒരു ടോപ്പ് ടീമിനെ മാനേജ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ശരിയാണ്. പക്ഷെ സോ വാസ് പെപ്പ് ഗാർഡിയോള അല്ല ടോം? ബാർസലോണ ബി ടീമിൽ എ ടീമിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യനാണ്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള മാനേജേഴ്സിൽ ആരെടുത്താലും ഇറ്റ് ഇസ് എ ഡൗൺ ഗ്രേഡ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് ധൈര്യമായിട്ടാണ് ഇവന്മാരിങ്ങനെ ഞാൻ ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ ഇടാം. നിങ്ങൾ ട്രോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കൈൻഡ്ലി മെൻഷൻ ആൽക്കഹോൾ ഇസ് നോട്ട്, എന്താ ഈ പറഞ്ഞ മറ്റേ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന പോലത്തെ ആ സാധനമൊക്കെ ഇടണം. ഇപ്പൊ ഐ എം നോട്ട് ഇൻ മൈ 100% സെൻസ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമോഷണലി ചാർജ് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയണല്ലോ, എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തേക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഐ സ്റ്റിക്ക് ബൈ ദാറ്റ് പോയിന്റ്. ഇപ്പൊ ലെറ്റ്സ് സേ വി ഹവ് ഓൾറെഡി ടോക്ക് ടു സംബഡി, ആരെങ്കിലും ഒക്കെ സംസാരിച്ച് സെറ്റാണ്, ഓക്കെ നമ്മളുടെ റെജീം അതിൽ ആ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഗോ ഹെഡ്, സാക്ക് ദ മാനേജർ, മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇതങ്ങനൊന്നുമല്ല. എന്തോ വാശിപ്പുറത്തെടുത്തേക്കണ തീരുമാനമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇത്രയും എന്താ പറയാ ടമൾട്ടസ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെ നമ്മളെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നയിച്ചുകൊണ്ട് പോയ ഒരു മാനേജർ, എസ്പെഷ്യലി സിൻസ് ടൂക്കലിന്റെ പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ പോലെ ഈ ഗോട്ട് ഡിവോഴ്സ്ഡ് ഇൻ ബിറ്റ്വീൻ. ഐ തിങ്ക് അൺകൺഫേംഡ് ആണ്. ഐ മീൻ ഇപ്പോഴും അതില് വലിയ ഒഫീഷ്യൽ ആയിട്ടുള്ള സംഭവം, ബട്ട് മെയിൻ സ്ട്രീം മീഡിയ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഹി ഗോട്ട് ഡിവോഴ്സ്ഡ് ഫ്രം ഹിസ് വൈഫ് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ചിൽഡ്രൻ ഡ്യൂറിങ് ദിസ് ചെൽസി ടെന്യൂർ. അതിന്റെ ഇടയിൽ ചെൽസി ഗോട്ട് ഡിവോഴ്സ്ഡ് ഫ്രം അവർ ഓണേഴ്സ്. അതിന്റെ ഇടയിലൊക്കെ ഇത്രയും ഒരു പ്രശ്നമില്ലാതെ ഒക്കെ നയിച്ചുകൊണ്ട് പോയ ഒരാളെ 3 കളി തോറ്റു എന്ന് പറഞ്ഞ് മാറ്റിയതിലൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ 2 ദിവസമായിട്ട് വളരെ കാമായിട്ട് ഇതിൽ ഡീൽ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണം. നല്ല ദേഷ്യമുണ്ട് ടോഡ് ബോലി ആൻഡ് കോയുടെ പേരിൽ. ഐ ഡോണ്ട് നോ വാട്ട് ദേവ് തോട്ട്. എന്താണ് ഇപ്പൊ അഗെയിൻ ഗോയിങ് ബാക്ക് ടു വാട്ട് ഐ സെഡ്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഗോ ഹെഡ്. പക്ഷെ ഇതൊക്കെ ഭയങ്കര വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. എത്ര പറഞ്ഞു തരാൻ തീരുന്നില്ല. ഗിരീഷ്, not a big signing, not a big name, Graham Potter. Typically നമ്മൾ മരിച്ചു സാരി ഫ്രാങ്ക് ലാംപാർഡ് പോലും. Frank Lampard was definitely not a big name in coaching circle, പക്ഷേ he was a legend of the game. So അതുമല്ല, ലെജൻഡ് ഓഫ് ദി ഗെയിമും അല്ല, നോട്ട് എ വെരി എന്താ പറഞ്ഞ പേര് കേൾക്കുന്ന ഒരു മാനേജർ ശൈലിയും അല്ല. ദിസ് മൈറ്റ് ഇവൻച്വലി വർക്ക് ഇൻ അവർ ഫേവർ. ഇറ്റ് കുഡ്. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ട്, ഐ മീൻ ഐ ക്യാൻ സീ ദ പൊട്ടൻഷ്യൽ, ഡെഫിനറ്റ്ലി ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആകെ ഇഫ് ഇറ്റ് വാസ് സം അതർ മാനേജർ, തുഷൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു മാനേജർ സ്റ്റാക്ക് ചെയ്തിട്ട് ഗ്രാം പോട്ടർ വരുവാണെങ്കിൽ then I would have been a bit more optimistic about it. ഇതിപ്പോ തുഷൽ, we know he is among that Guardiola Klopp റേഞ്ചിലുള്ള ഒരാളാണ്.
അവിടുന്ന് പോർട്ടറിലേക്ക് വരുമ്പോൾ ഒരു പേടിയാണ്. മോർ ദാൻ എനിത്തിങ് ഇറ്റ്സ് എ ഫിയർ ദാറ്റ് ഇറ്റ് ഇസ് എ ബിഗ് മിസ്റ്റേക്ക്. അതാണ് ഏറ്റവും വലുതായിട്ട് കിട്ടുന്ന ഒരു ഫീലിംഗ്. അപ്പൊ അറ്റ് ദ സെയിം ടൈം ഒരു ഒപ്റ്റിമിസ്റ്റിക് ഒരു അപ്രോച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു ന്യൂ കാസിലിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ലൈക്ക് യു ഹാവ് എഡി ഹവ് അവർ വലിയൊരു ടേക്ക് ഓവർ കഴിഞ്ഞിട്ട് എഡി ഹവനാണ് മാനേജർ ആക്കിയത്. എക്സ്പെക്ടഡ് സമ്മൺ ലൈക്ക് മാസീവ് പേഴ്സൺ ലൈക്ക് മേ ബി മൊറീനിയോ, ആ ഒരു എലീറ്റ് ലെവൽ മാനേജർ സൈൻ ചെയ്യാൻ വിചാരിച്ചാണ്. ആൻഡ് ദേ സൈൻ എഡി ഹവ്. ആൻഡ് വി ആർ ഓൾ ലൈക്ക് ഓക്കെ ഫൈൻ, ദിസ് ഡസന്റ് മേക്ക് സെൻസ്. നമ്മൾ വിചാരിച്ച അവർ ചുമ്മാ കാശ് വലിച്ചു മാറി എറിയും, അതൊക്കെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ they signed him and they have been doing pretty good under him. അവർ I think since Eddie Howe has come they have lost very few matches. I'm not എനിക്ക് ശരിക്കും എക്സാക്ട് സ്റ്റാറ്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇറ്റ് ഈസ് സോ ഫാർ എ ഗുഡ് മൂവ്. പക്ഷെ is it a long term signing on there and also Newcastle? അതാണ് എനിക്കും കിട്ടുന്നത്. Would Eddie Howe be elevated into a Premier League title winning team? അതേ സെയിം ക്വസ്റ്റ്യൻ ആണ് എനിക്ക് വരുന്നത്. അതിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഇതിനെ ലെറ്റ്സ് ലുക്ക് അറ്റ് കോറിലേഷൻ. ഒരു എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂല് നോക്കാം. ഇപ്പൊ ഗാലഗർ കഴിഞ്ഞ സീസണിൽ ക്രിസ്റ്റൽ പാലസിൽ ലെജൻഡറി പെർഫോമൻസ് ആയിരുന്നു. ക്രിസ്റ്റൽ പാലസ് കണ്ടേക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് എന്നുള്ള മൂഡിൽ കളിച്ചു വന്ന ഗാലഗർ ആണ്. നമുക്ക് വേണമെങ്കിൽ ലീവൈ കോൾവിലിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംസാരിക്കാം. ചാമ്പ്യൻഷിപ്പിൽ ഹി വാസ് ദ ബീസ്റ്റ്, ഹി വാസ് ദ ബെസ്റ്റ്, ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു. പക്ഷെ ക്യാൻ ദീസ് ടു പെർഫോം ഓൺ എ ചെൽസി ലെവൽ? നമുക്ക് അങ്ങനെ തന്നെ പറയാം, ചെൽസി ലെവൽ. ബിക്കോസ് ഐ എം അഡമിന്റ്, ഇച്ചിരി അഹങ്കാരത്തോടെ തന്നെ പറയണമെന്ന് വിചാരിച്ചു. നമുക്ക് ടോപ്പ് 4 ഒന്നും വേണ്ട. ടോപ്പ് 4 കൊണ്ട് 10-15 വർഷം സമാധാനിച്ചിരിക്കുന്ന ഒരു ക്ലബ്ബൊന്നും അല്ല ചെൽസി. ഇപ്പൊ നിങ്ങൾ 3 പേരും ബാക്ക്ഗ്രൗണ്ടിൽ ചെൽസി ഇമേജസ് ഇട്ടേക്കണം. ബിക്കോസ് വി ആർ പ്രൗഡ് ഓഫ് ബീയിങ് ചെൽസിക്കാരൻസ്. നമ്മുടെ ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂത്ത്ലെസ് ആണ്. ലാംപാർഡിനെയും ടൂക്കലിനെയൊക്കെ സാക്ക് ചെയ്യുന്ന ക്ലബ്ബാണ്, എസ്പെഷ്യലി ആഫ്റ്റർ ലൂസിങ് എ കപ്പിൾ ഓഫ് ഗെയിംസ്. അല്ലാതെ തീരെ അധപതിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ഗാലഗറിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാണ്. ഗാലഗർ പാലസിൽ കൂലിയായിരുന്നു. പക്ഷെ ഹാസ് ഹി ഡൺ എനിത്തിങ്? ഐ എം നോട്ട് ബീങ് ഈ പറഞ്ഞ പോലെ സോൾട്ടി അറ്റ് ഗാലഗർ. ഐ ലവ് ഗാലഗർ, ഐ ലവ് ഹിം ആസ് എ കോബം പ്രോഡക്റ്റ്, ഐ വിഷ് ഹി സക്സീഡ്സ്. പക്ഷെ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഹാസ് ഹി ടേക്കൺ? ഇല്ല, absolutely no. ആ സെയിം ലെവൽ ഓഫ് എക്സ്പെക്ടൻസി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ can we really expect Graham Potter to be a success, especially as a successor to Thomas Tuchel? I don't think so. I absolutely do not think so. And I hope to everything that I am wrong. Karanam he's well rated in England, in the entire coaching എന്താ പറയാ ജോഗ്രഫിയിൽ നോക്കുകയാണെങ്കിൽ ഹീസ് പ്രിറ്റി വെൽ റേറ്റഡ്. പക്ഷേ ഈ നമ്മളുടെ ഇപ്രാവശ്യത്തെ സൈനിങ്സ് പോലെ, അതായത് സ്ട്രെയിറ്റ് ഇൻ ടു ദ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് വരാൻ പറ്റുന്ന സൈനിങ്സ് പോലെ, ഡു യു തിങ്ക് ദിസ് മാനേജർ ക്യാൻ വാക്ക് ഇൻ ടു ദിസ് ടീം ആൻഡ് മേക്ക് എ ഡിഫറൻസ്? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ആബ്സല്യൂട്ട്ലി ഡു നോട്ട് തിങ്ക് സോ. അതിന് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ like you never know. അതാണ് എൻ്റെ ഒരു ഇത്. I'm just trying to be optimistic. Yes, definitely Tuchel's level എത്താൻ almost impossible. I know it's not going to happen. പക്ഷെ he has the potential somewhere. At least നമ്മൾ ബ്രൈറ്റനിലെ കണ്ട കളികൾ വെച്ച് നോക്കുവാണെങ്കിൽ he has something in him. പക്ഷെ he's definitely not an elite manager yet. That is what's worrying me the most. But I just hope he just surprises everyone. അതാണ് എനിക്ക് ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ. ടിമോ വർണറിനെയൊക്കെ ബുണ്ടസ് ലീഗിൽ സൈൻ ചെയ്ത പോലെയാണ്. 10-30-45 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അവിടെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് അതേ സെയിം ലെവൽ ഓഫ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു ഹോപ്പിലാണ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ഗിവൺ ദാറ്റ് ദിസ് മാനേജർ ക്യാൻ വാക്ക് ഇൻ ടു ദിസ് ടീം. ഐ ഡോണ്ട് തിങ്ക് സോ. ആ ഒരു ഫോൾസ് ഹോപ്പ് വെച്ചോണ്ട് വി ഹാവ് ഓൾമോസ്റ്റ് ദി എൻറ്റയർ സീസൺ ടു ഗോ. അല്ലാതെ ഫൈനൽ സ്ട്രെച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിഡ് വേ ത്രൂ ജോയിൻ ചെയ്ത ഒരു സംഭവമല്ല. 5 ഗെയിമേ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ തന്നെ നമ്മൾ കയറിയേക്കണേ. എനിക്ക് മനസ്സിലാവുള്ള എന്താ ഉദ്ദേശം. റൈറ്റ്. ഇപ്പൊ ഞാൻ എന്താ ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഷോ സം സ്റ്റെപ്സ്. അപ്പൊ നമ്മൾ റാങ്ക് വെച്ച് നോക്കാൻ നേരത്ത് സോ വി ഡെഫിനറ്റ്ലി ഹാവ് ബ്രൈറ്റൺ അവിടെ പോയി. ബ്രൈറ്റൺ ഓൺ നമ്പർ 4. ഓക്കെ, ഇവിടെയാണ് ബ്രൈറ്റൺ ഓൺ നമ്പർ 4. സോ പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ their goal so far is 11 goals, which is more than even Manchester United and Chelsea. പക്ഷെ lower than Liverpool. അപ്പോൾ ഗോൾസിന്റെ കാര്യം മാത്രം നോക്കാൻ നേരത്ത് ബ്രൈറ്റൺ is actually in 6th or 7th.
പക്ഷേ ദി അഡ്വാൻറ്റേജസ് ആർ XG. എക്സ്പെക്ടഡ് ഗോൾസിൽ ഈ സീസണിൽ ഇതുവരെ ബ്രൈറ്റന്റെ എക്സ്പെക്ടഡ് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 10.2, which is equivalent to Brentford, slightly lower than Liverpool and Arsenal. നമുക്ക് സിറ്റിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം their expected goals is always very very high. അപ്പോ ഇതുവരെ തുടക്കത്തിൽ ദിസ് ലുക്സ് പ്രിറ്റി ഡീസെന്റ്. പക്ഷെ അതേപോലെ നമ്മൾ പ്രീവിയസ് സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ എക്സ്പെക്ടഡ് ഗോൾസ്, ആൻഡ് വി വിൽ ഹാവ് ടു ഫൈൻഡ് ബ്രൈറ്റൺ ഹിയർ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ മാനിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ദാറ്റ് ദിസ് ഇസ് ബ്രൈറ്റൺ. സോ ഒബ്വിയസ്ലി അതുപോലെ അത്രത്തോളം ഗോൾ ക്രിയേറ്റിംഗ് ചാൻസസ് ഒന്നും ഇവർ ക്രിയേറ്റ് ചെയ്യില്ല. സോ അത് വെച്ച് നോക്കാൻ നേരത്ത് യെസ്. പക്ഷേ if you really look at expected goals, let's look at Southampton, Leeds, Brentford. ഈ ടീമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഹി സ്റ്റിൽ ലോവർ ദാൻ ദാറ്റ് കഴിഞ്ഞ സീസണിൽ. അപ്പൊ നമ്മൾ സിറ്റി ലിവർപൂൾ ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ തന്നെ മിഡ് ടേബിൾ എന്താ പറയുക, മിഡ് ടേബിൾ ടീംസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ലാസ്റ്റ് സീസൺ ഹിസ് XG വാസ് കമ്പാരിറ്റീവ്ലി ലോവർ. ഈ സീസണിൽ ഇറ്റ് ലുക്സ് ബെറ്റർ. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബബ്ലി ഇറ്റ് മൈറ്റ് വർക്ക് ഇൻ അവർ ഫേവർ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇനിഷ്യൽ നിഗമനം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ആരൊക്കെയോ പറയുന്നു പ്ലീസ് സപ്പോർട്ട് പോട്ടർ, അല്ലെങ്കിൽ എന്താ പറയുക പാസ്റ്റ് ഇസ് പാസ്റ്റ്, വിച്ച് ഇസ് ട്രൂ. അതിലൊന്നും നമ്മൾ നെഗറ്റീവ് ചെയ്യുന്നില്ല. ഇപ്പൊ നാളെ ശനിയാഴ്ച ഫുള്ളമിന്റെ കളിയുണ്ട്, നമ്മൾ അതുപോലെ തന്നെ ഇരുന്ന് കാണും. ആദ്യത്തെ പോട്ടറിന്റെ കളിയാണ്, ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും, തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും, വിച്ച് ഇസ് ഓൾവേസ് ദാറ്റ്. പക്ഷെ ദ ബിഗ് ക്വസ്റ്റൻ ഇസ് ക്യാൻ ഹി ഹാൻഡിൽ ദാറ്റ് പ്രഷർ. എനിക്ക് തോന്നുന്നു ഓലെ ഗണാറിനോ അത് തന്നെയാണ് പറ്റിയെന്ന് തോന്നുന്നു ജിത്തു, ബിക്കോസ് ഹി വാസ് എ ഗുഡ് മാനേജർ, മോശം പറയാൻ പറ്റില്ല. പക്ഷെ handling the pressure of a big club or United club finally got to him. Like Ole initially നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ലൈക്ക് സെക്കൻഡ് സീസൺ പുള്ളി കുറച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചു. ലൈക്ക് ലിവർപൂളിനെതിരെ ലൈക്ക് ഹൈ പ്രസിംഗ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ തന്നെ ഹൈ പ്രസ് കളിക്കാൻ നോക്കി, 6-0 മേടിച്ചു ഹോമിൽ. അങ്ങനെയൊക്കെ കുറെ ഇത് ചെയ്താ. ചിലപ്പോൾ ക്രിസ്ത്യാനോ സൈനിങ് ഉള്ളതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. പുള്ളിനെ ഡിഫെൻസീവ് കളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പിന്നെ പോട്ടറിന് ലൈക്ക് റിപ്പോർട്ട്സ് അനുസരിച്ച് ലൈക്ക് ഹി ഹാസ് ഫാർ മോർ പവേഴ്സ് ഇൻ ദ ബോർഡ്, ലൈക്ക് ഇൻ ട്രാൻസ്ഫർ വൈസ്. അപ്പോ ലൈക്ക് ഒരു ടോട്ടൽ റോളാണ് ലൈക്ക് ബോളി ഈസ് ഓഫറിങ്. ഒബ്വിയസ്ലി അതുകൊണ്ടായിരിക്കണം പോട്ടർ ബ്രൈറ്റൺ പോലെ ഒരു പ്രോജക്റ്റ് വിട്ട് ചെൽസി വന്നെങ്കിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് അഷ്യൂറൻസ് ആൻഡ് കൈൻഡ് ഓഫ് പവർ ചെൽസിയിൽ ഓഫർ ചെയ്യുന്നുണ്ടാവും ടോഡ് ബോലി. അപ്പൊ that is something which is promising, but ഈ പറഞ്ഞ പോലെ ഇതാണ് ആകെയുള്ള ഒരു കൺസേൺ. ഇതാണ് ടോപ്പ് 4 ഒരു ക്ലബ്ബ് മാനേജ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു UCL എക്സ്പീരിയൻസ് ഇല്ല. യൂറോപ്പ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, വിച്ച് ഇസ് സംതിങ് good, which can be added to his CV. like Europa League, he has beaten Arsenal in Emirates. അങ്ങനെയൊക്കെ കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട് പുള്ളിയുടെ ഒരു CV-യിൽ. He, unlike other English managers, he started off abroad in a Swedish 4th-tier team. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ഒരു ടൈറ്റിൽ അടിപ്പിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, വിച്ച് ഇസ് എ ബിറ്റ് ഡിഫറെന്റ് ഫ്രം അതർ ഇംഗ്ലീഷ് മാനേജേഴ്സ്. സാധാരണ ഇവിടെ ഉള്ള ഇംഗ്ലീഷ് മാനേജേഴ്സ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് ലൈക്ക് അബ്രോഡ് എക്സ്പീരിയൻസ്, യൂറോപ്യൻ ഫുട്ബോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ്. ബട്ട് ദെൻ ഒരു ഇലീറ്റ് ലെവൽ എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഓബ്വിയസ്ലി ഡൗൺ ഗ്രേഡ് ആണ് ടൂക്കലിന്റെ. ബട്ട് ദെൻ ഇതിപ്പോ പറയണ പോലെ ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം ഇപ്പൊ നമ്മൾ ഒരു ഡിഗ്രി പഠിച്ച് ഇറങ്ങണ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 10 years എക്സ്പീരിയൻസ് ചോദിക്കാൻ പറ്റില്ലല്ലോ ഒരു ടോപ്പ് കമ്പനിയിൽ. അതുപോലൊരു സിറ്റുവേഷൻ ആണ് ഇത്. പുള്ളിക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുത്താൽ പുള്ളി എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ് ടു ഹിസ് കരിയർ. ഹി ഹാസ് ടു ടേക്ക് അപ്പ് ദ ചലഞ്ച്. ഇതിപ്പോ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പോട്ടറിന്റെ ഫോർമേഷൻ എന്താണ്. ഇത് ലെസ്റ്റർ സിറ്റി ആയിട്ട് 5-2 ജയിച്ച കളിയാണ്. സോ ദി ടിപ്പിക്കലി യൂസസ് എ 3-5-2 ഫോർമേഷൻ. അപ്പോൾ നമുക്കും 3-5-2 ബാക്ക് 3 തന്നെ കളിക്കാം. ഹി ഓൾസോ യൂസസ് എ 4-4-2 2 striker up front formation. So Aubameyang and എന്താ പറയുക സ്റ്റേർലിംഗ് can be seen the combination. ഒരു മെറ്റയോ കോവിച്ച് അല്ലെങ്കിൽ ജോർഗീനിയോ, മേസൺ മൗണ്ട്, കൈ ഹാവർട്സ്. ഇത് ഞാൻ കുറെ നാളായിട്ട് ഇത് കഴിഞ്ഞ പ്രഡിക്റ്റഡ് ലൈനപ്പിൽ ഞാൻ പറഞ്ഞതാണ്. പിന്നെ then of course you have the 2 wing backs. ഒരു പക്ഷേ നമുക്ക് പുളിസിക്കിനെ വേണമെങ്കിൽ വിങ് ബാക്ക് ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ രസമാണ്. സോ ഹി യൂസസ് എ 3-5-2 ഫോർമേഷൻ. ഇത് ഫുൾഹം ആയിട്ടുള്ള മത്സരം.
ഫുൾഹമായിട്ടുള്ള മത്സരത്തിലും സെയിം തന്നെ ഹി യൂസസ് എ 3-5-2. സോ ലോട്ട് ഓഫ് എന്താ പറയുക 3-5-2 ഫോർമേഷൻ ആണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് ലീഡ്സ് ആയിട്ട് ഹി പ്ലേഡ് 4-4-2. 4-4-2 ഫോർമേഷൻ ആണ് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ യു ക്യാൻ സി എ മിക്സ് ഓഫ് എ 3-5-2 ആൻഡ് 4-4-2. 4-4-2 ആണെന്നുണ്ടെങ്കിൽ കുക്കുറയ, ചിൽവെൽ, റീസ് ജെയിംസ്, സിൽവ, കൂലിബാലി, പിന്നെ ഈ പറയുന്ന കോവിച്ചിച്ച്, ജോർഗിനിയോ, അല്ലെങ്കിൽ കോവിച്ചിച്ച് മേ ബി എ ഗാലഹർ, യു ഡോണ്ട് നോ. ആൻഡ് ദെൻ ടു അറ്റാക്കിംഗ് വിങ്ങേഴ്സ് / മിഡ്ഫീൽഡേഴ്സ് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാകും. സോ ഡെഫിനറ്റ്ലി യെസ്, പുള്ളിക്കാരൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് ലിയാൻഡ്രോ ട്രൊസാർഡ്. ഒരു പക്ഷെ നമുക്ക് അവിടെ മേസൺ മൗണ്ടിനെയോ അല്ലെങ്കിൽ കോണർ ഗാലഹറിനെയോ കാണാൻ പറ്റും. കുറച്ചും കൂടെ വേഴ്സറ്റൈൽ ആയിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ, ക്യാൻ ഡു മൾട്ടിപ്പിൾ റോൾസ്. മേ ബി പുളിസിക് ക്യാൻ ഫയർ ദെയർ. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് എവിടെയായിരിക്കും ആരെ യൂസ് ചെയ്യാൻ പോണേ എന്നുള്ളത്. ടൂക്കലിനെ പോലെ തന്നെ ചാൻസ് കിട്ടുന്ന എല്ലാ ടീമിനെ സെറ്റ് ചെയ്യാൻ. സോ ഫസ്റ്റ് തന്നെ വന്ന് പുള്ളിക്കാരൻ മേ ബി ഒരു പ്രിഫേർഡ് പൊസിഷനിൽ അങ്ങോട്ട് കളിക്കുകയും ഇനി കണ്ടറിയാം എന്താവും സിറ്റുവേഷൻ എന്നുള്ളത്. സോ എനിവേ ഹി യൂസസ്. അപ്പോൾ മേടിച്ച പ്ലേയേഴ്സിനെ കൊണ്ടൊന്നും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലുക്ക് അറ്റ് ദ ലൈനപ്പ് ആൻഡ് ലുക്ക് അറ്റ് വാട്ട് വി ഹാവ് എ മച്ച് ബെറ്റർ ക്വാളിറ്റി അറ്റ് അവർ ഡിസ്പോസൽ. ഗിരീഷ്, ക്വാളിറ്റി ഉണ്ട്, സ്പെഷ്യലി ഇൻ ഡിഫൻസ് ഐ വുഡ് സേ. പക്ഷെ മിഡ്ഫീൽഡ് ശരിക്കും നോക്കുകയാണെങ്കിൽ യെസ്, പേപ്പർ വൈസ് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ. പക്ഷെ നമുക്ക് ആ ഗോൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് വി ഹാവൻ സീൻ ദാറ്റ് ഇൻ ദ പാസ്റ്റ് 1.5 years. അതിപ്പോ ഇസ് ഇറ്റ് ദ പ്ലേയേഴ്സ് ഇഷ്യൂ, ഇസ് ഇറ്റ് സംതിങ് ദാറ്റ് വാസ് സിസ്റ്റമിക്, ഐ ഡോണ്ട് നോ. സോ അത് കണ്ടറിയണം. I hope for the best that we are able to create those goals and able to create more goal scoring opportunities at least, so that someone like Aubameyang or Havertz can finish it. Other ശരിക്കും പിന്നെ I think someone had mentioned before that നമ്മുടെ പോട്ടറിന്റെ സിസ്റ്റം also heavily depends on movement. at least ആ ഒരു മൂവ്മെന്റ് നമുക്ക് ബ്രൈറ്റനിൽ കാണാൻ പറ്റുന്ന ഒരു സെറ്റ് സംഭവമാണ്. So that is something our players are not doing, at least of late. And I don't think any system doesn't tell a player not to move. That's a natural thing according to me. This is very difficult to create a goal. If a player does not move, it becomes easier to mark. So I hope at least with the new coach, നമ്മുടെ players കുറച്ചും കൂടി movement കാണിക്കുക, and it at least make it difficult for the opposition to mark you if anything. So ആ ഒരു ചേഞ്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. So I hope this works out in that sense. മേ ബി ജിത്തു ഫൈനലി നമ്മുടെ എന്താ പറയണേ ഒരു ഡിഫൻസ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിന്റെ ആവശ്യമില്ല എന്നുള്ളതൊരു പക്ഷേ നമ്മുടെ പോർട്ടർ തന്നെ കാണിച്ചെടുക്കും. കാരണം ഈവൻ വിത്ത് ദ പ്ലേയേഴ്സ്, നമ്മുടെ കയ്യിലുള്ള പ്ലേയേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിലപ്പോൾ പുള്ളിക്കാരൻ കാണിക്കായിരിക്കും. ഹോപ്പ്ഫുള്ളി പുള്ളിക്കാരൻ യൂഷ്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡയമണ്ട് സെറ്റപ്പ് ആണ്. റൈറ്റ് സൈഡിലൊക്കെ ഒരു ഡയമണ്ട് ഫോർമേഷനിൽ അറ്റാക്ക് ചെയ്യാണ്, 3 man വെച്ച് മൂവ്മെന്റ് വെച്ച് ലൈക്ക് ആ ഒരു ഷേപ്പേ മാറ്റിയെടുക്കും അറ്റാക്കിംഗ് ഡിഫെൻസീവ് വൈസ്. അപ്പൊ എക്സൈറ്റിംഗ് ആണ് കാണാൻ. ബട്ട് ദെൻ ഈ പറഞ്ഞ ഗിരീഷ് പറഞ്ഞ സെയിം പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ഓഫ് ദ ബോൾ മൂവ്മെന്റ് നമ്മളെ ഒരു റണ്ണ് ആരും പിക്ക് ചെയ്യില്ല, റണ്ണ് ഇപ്പൊ കൊടുക്കാറില്ല. നേരത്തെയൊക്കെ റൺ കാണിക്കുമായിരുന്നു, ഇപ്പൊ ആരും റൺ കാണിക്കില്ല, അറിയാം അവർക്ക് ബോൾ ഇടില്ലാന്ന്. ആ കാര്യം ഒന്നും ചെയ്യും. കഴിഞ്ഞ കളിയിലൊക്കെ സ്റ്റാഗ്നന്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും വെറുതെ നിൽക്കുക, അവരുടെ കാലി ബോൾ ഇട്ട് കൊടുത്താൽ എടുക്കും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അതാണ് ഒരു ലൈക്ക് കാണുമ്പോ ഒരു ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം നിന്ന് കളിക്കായിരുന്നു. സിയക്കിനൊക്കെ എന്തോ പ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. എന്താ കാണിക്കണെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. പുള്ളിക്കാരൻ ഈ എന്നെ കളിപ്പിക്കണ്ട എന്നും പറഞ്ഞൊരു എന്തോ ദേഷ്യമോ ഫ്രസ്ട്രേഷനോ എന്തൊക്കെയോ പുള്ളി തീർക്കാൻ നോക്കണ പോലെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. സത്യം പറഞ്ഞ ഭയങ്കര ഒരു വേഴ്സ്റ്റ് മെന്റൽ സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്ന ഒരാളുടെ ഒരു പെർഫോമൻസ് പോലെ തോന്നി എനിക്ക്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഓഫ് ദ ബോൾ മൂവ്മെന്റ് എന്തായാലും പോട്ടർ സിസ്റ്റത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ പ്ലേയേഴ്സ് ചെയ്തേ പറ്റുള്ളൂ. ചിലപ്പോൾ അത് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിരിക്കും. ഒരു പോസിബിൾ ലൈനപ്പ് എവിടെ നോക്കി കഴിഞ്ഞാൽ, ഞാനിപ്പോ നിങ്ങൾക്കറിയില്ല, യൂട്യൂബില് വ്യൂവേഴ്സിനോടാണ്, സ്റ്റാറ്റ്മാൻ ഡേവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം പുള്ളിക്കാരന് ഇത് വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സ്റ്റാറ്റ്മാൻ ജേവ്, എസ്കെ ബ്രോ ചെൽസി ഈ സീസണിൽ ടോപ്പ് 4 എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു വിശ്വാസവും ഒന്നിലുമില്ല. പോർട്ടർ ഇനി ഈ സീസൺ മുഴുവൻ കോച്ചായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. പിന്നെയാണ് ഇനി ടോപ്പ് 4. ഇതാണ് ഒരു പോസിബിൾ. ഇവിടെ ഞാനൊരു പക്ഷേ ജോർഗീനിയോ, കോവിച്ചിച്ച്, കാണ്ടെ, സക്രിയനെ കാണാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഇവിടെ യു ഹാവ് മൗണ്ട്, ഗാലഗർ, ഇവിടെ ഒരു പക്ഷേ കായ്, പോവ, കാണ്ടെ ഇവിടെയും വരാൻ കാണിക്കുന്നു. മേ ബി ഇന്റർചേഞ്ചബിൾ.
സ്റ്റേർലിംഗ് ഇവിടെ കളിക്കും. then you have ഒബാമയാങ് starting here. പിന്നെ ഇവിടെയാണ് രസം. ഇവിടെ ടിപ്പിക്കലി ഷുഡ് ബി എ റീസ് ജെയിംസ് ആൻഡ് ഇവിടെ ഒരു പക്ഷേ ചില്ലി ആയിരിക്കണം. പക്ഷെ യു കുഡ് സി പ്രോബബ്ലി ഡിഫറെന്റ് ഫോർമേഷൻ. യു കുഡ് സി എ പുളിസിക് കമ്മിങ് ഇൻ ഫ്രം ഹിയർ. എന്നിട്ട് പുള്ളിക്കാരനെ എന്തായിരുന്നു കുക്കുറേല also I guess maybe over the left wing back. ഇവിടെ it could be ഇവിടെ കുക്കു ആയിരിക്കും. So we don't know. So probably you can see ചില്ലി ആണെങ്കിൽ ഇങ്ങോട്ട് ഓടും, ചില്ലി അല്ലെങ്കിൽ പുളിസിക് ആണെങ്കിൽ ഉള്ളിലേക്ക് കട്ട് ചെയ്യും. So let's see two different things. Oh sorry, camera off ആണ്. Two different things. പിന്നെ പുള്ളി അത് കെപ്പയായിരിക്കും, ഒരു സംശയം വേണ്ട. എനിക്ക് തോന്നുന്നില്ല മെൻഡി അവിടെ കളിക്കുന്നുള്ളത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഡ്മൻ ഡേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷെ 3-5-1-1 ഒരു ഡയമണ്ട് ഫോർമേഷൻ കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോ സ്റ്റാറ്റ്മൻ ഡേവിന്റെ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സോർട്ട് ഓഫ് ട്രയാങ്കിൾ ഇറക്കുകയും ഇവരെ കുറെ കൂടെ അപ്പ് ഫ്രണ്ടിലേക്ക് കളിപ്പിക്കാനായിട്ടുള്ളൊരു ഇതുമാണ്. യു മൈറ്റ് ഓൾസോ ഹാവ് കുക്കുറേയ കമ്മിങ് അപ്പ് ഫ്രണ്ട്. പിന്നെ മേ ബി യു വിൽ ഹാവ് ഫൊഫാന ഓർ കൂലിബാലി. വിൽ ഹാവ് ടു സി. നമുക്ക് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതെന്നുള്ളൂ. മേ ബി ഹിയർ ഓൾസോ യു വിൽ ഹാവ് കൂലിബാലി. ഇവിടെ സോ വിൽ ഹാവ് ദീസ് ഒരു പക്ഷേ ഇവിടെ നിന്ന് ഒരു അറ്റാക്ക് സോൺ. സോ നമ്മൾ പോകുമ്പോഴത്തേക്കും ഫൊഫാന, സിൽവ, കൂലിബാലി. അപ്പൊ ഈ ഒരു ഡയമണ്ട് ഫോർമേഷൻ ഒരു പോസിബിൾ ലിങ്ക് ആയിട്ട് കളിക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ആസ് ഓഫ് നൗ സ്റ്റാറ്റ്മാൻ ഡേവിന്റെ അനാലിസിസ് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഒബാമയാങ് ക്യാൻ ഓൾസോ ഗോ അപ്പ് ഫ്രണ്ട് അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ഡൗൺ ടു ദ ലെഫ്റ്റ് സൈഡ്. സോ ഈ പറയുന്ന പോലെ ഒരു ലോട്ട് ഓഫ് ദ ബോൾ മൂവ്മെന്റ്. കാരണം മേസൺ മൗണ്ടും കാലഹറിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കംപ്ലീറ്റ്ലി ഹാഫ് സ്പേസ് അറ്റാക്ക് ചെയ്യാം. കോവച്ചിനെ കംപ്ലീറ്റ്ലി ഹാഫ് സ്പേസ് അറ്റാക്ക് ചെയ്യാം. സോ ഇതൊരു ഇവർക്ക് കംപ്ലീറ്റ് എന്താ പറയുക, ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ട്. ആൻഡ് മേസൺ മൗണ്ട് ഇസ് ഗുഡ് ദയർ. സോ ഇസ് ഓൾസോ കൈ ഹാവേർട്സ്, കോ ആൻഡ് കാണ്ടെ. സോ നമുക്ക് ആ പറ്റിയ പ്ലേയേഴ്സ് ഈ പ്രൊഫൈലിലുണ്ട്, അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ. ഗിരീഷ് definitely like നമ്മുടെ like the same midfield was considered like really good midfield 2 seasons back. നമ്മുടെ ലാംബാർഡ് the second season തുടങ്ങുമ്പോൾ. So it is not that these players don't have the ability, പക്ഷെ off late നമ്മൾ അത് കാണുന്നില്ല. So that was the issue. Was it systemic? Was it the player issue? Was it the manager issue? We don't know at least. ഒരു ഉറപ്പിച്ചിട്ട് പറയാനൊന്നുമില്ല. So at least our ability യിലെ players ഉണ്ട്, പക്ഷെ I hope Potter utilizes them well. കഴിഞ്ഞ Tuchel regime'ലത്തെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് അതായിരുന്നു that we are not using the players in their best position. So I hope like only solution to that, at least നമ്മൾ മുമ്പ് കണ്ട ചില കോൺട്രി സീസണിൽ അത് കണ്ടിരിക്കുന്നത് പറഞ്ഞാൽ try to be a tailor to the players rather than imposing your system. അത് what kind of manager is Potter? അത് കണ്ടറിയണം. Like is he going to cater his system to his players or is he going to make the players cater to his system? So ഈ സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ yes we have that personnel to implement this sort of formation as you said. പക്ഷെ I don't know like I hope it really works. എനിക്ക് like I have very little expectation for the season at least. ഈ സീസണിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞാൽ കളി ഒന്ന് സെറ്റ് ആക്കി എടുക്കുക. Like try to make our team mold into a system, or at least the opposite for that matter. Make a system that molds to the team. And next season we can start having expectations based on what we see in this season. Appo I'm literally going into this what do you call welcome the new coach with zero expectations. ജിത്തു, ഞാൻ ജസ്റ്റ് ഒരു 4-4-2 ഫോർമേഷൻ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു പ്രോബബിൾ ഒരു 4-4-2 ഫോർമേഷൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. യു ഹാവ് സ്റ്റേർലിംഗ് ആൻഡ് ഒബാമയാങ് അപ്പ് ഫ്രണ്ട്. ഇവരെന്തൊന്നാലും ഇവർ രണ്ടുപേരായിരിക്കുമല്ലോ ടോപ്പ്. ഞാൻ ഹാപ്പി ആണോ ഈ പോർട്ടർ സൈനിങ്ങിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടറിയാം. ഒരു പക്ഷേ ചില്ലിവെൽ ഇവിടെ അല്ലെങ്കിൽ കുക്കുറയ ഇവിടെ, ഐ മീൻ ഇന്റർചേഞ്ചബിൾ ആണ്. മിഡ്ഫീൽഡ് ഡബിൾ പിവറ്റ് ബി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഡബിൾ പിവറ്റിൽ നോവെയർ മൗണ്ട് ആൻഡ് ഗാലഹർ വർക്ക്സ് വെൽ ഓൺ ഡബിൾ പിവറ്റ്. ഇവിടെ കോവ കാണ്ടെ ആവും. ആൻഡ് ഹിയർ ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കറിൽ മേ ബി യു മൈറ്റ് ഫൈൻഡ് ജെ5 ആൻഡ് സക്കറിയ. ആൻഡ് റൈറ്റ് സൈഡിൽ വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഇവിടെയാണ് ഒരു ചോയ്സ് വരണത്. കാരണം we have anyway Reece James as the right center back. അപ്പോൾ ഇവിടെ നിന്ന് ആരെ കളിപ്പിക്കും എന്നുള്ളത് കണ്ടറിയാം. സോ മേ ബി വി മൈറ്റ് സി എ കായ് ഹിയർ. കായ് ഹാവേർട്സ് ഒരു ഓപ്ഷന് വേണ്ടിയിട്ട്. ആൻഡ് പ്രോബബ്ലി ചിൽവെൽ, പുളിസിക് ഓർ ഈവൻ പ്രോബബ്ലി മൗണ്ട് ഒരു ഓപ്ഷനായിട്ട് കാണുന്നുണ്ട്. പുള്ളിയുടെ ഒരു സെറ്റപ്പില് ലൈക് നീൽ മോപ്പെ ഭയങ്കര ഡീപ്പായിട്ടൊരു പ്ലേ മേക്കർ, ലൈക് ഫെർമിനിയോ കൈൻഡ് ഓഫ്. അതെ, ഇവിടെ വന്നിട്ട് കളിക്കുന്ന ഒരു ടൈപ്പ്. അതെ, സോ മേ ബി ഒരു 4-4-1-1 അല്ലെങ്കിൽ ഒരു
4-4-1-1 എന്നിട്ട് ഇവിടെ ഒരു എന്താ ഈ പറയുന്ന ഒരു ട്രയാങ്കിൾ സൃഷ്ടിച്ചിട്ട് അങ്ങനെയും കളിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ പോസിബിലിറ്റി ദെയർ. 4-4-1-1 ഫോർമേഷൻ. കാരണം സ്റ്റേർലിംഗിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഹി ലവ്സ് ടു മൂവ് അറൗണ്ട്, സോ ഹി ക്യാൻ ടേക്ക് ദിസ് നമ്പർ 10 റോൾ കംപ്ലീറ്റ്ലി വെൽ. ഈ ഒരു ഫോർമേഷനിലാണെങ്കിൽ നമ്മുടെ സിയേഷിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബിക്കോസ് ദിസ് മേക്സ് ഫ്രീ റോൾ ആയിട്ട് കൊടുക്കാം. ആ വൈഡ് റോൾ ആയിട്ട് ത്രൈവ് ചെയ്യുന്ന ഒരാളാണ് സിയേഷ്. സോ നോട്ട് എ ബാഡ് ഓപ്ഷൻ. ലൈക്ക് നമ്മുടെ സിയേഷിന്റെ സിസ്റ്റത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ ലൈക്ക് വി നോ വാട്ട് സിയേഷ് കൻ ഡു ഇഫ് ഹീസ് പ്ലേഡ് ഹൗ ഹി ഷുഡ് ബി പ്ലേഡ്. ഇഫ് this formation looks like that could be possible. ആകെ കുറച്ചാളായിട്ട് കാണാൻ ലൈക്ക് ആഗ്രഹമുള്ള ഒരു സംഭവം ഫ്രണ്ട് ത്രീ ആയിട്ടുള്ള ഒരു സിങ്ക്, ലൈക്ക് ഇന്റർപ്ലേ, ഇന്റർചേഞ്ച്, അങ്ങനെ കുറച്ച് ഒരു ലൈക്ക് ഇപ്പൊ ലിവർപൂളിന്റെ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യണില്ലെങ്കിൽ പോലും ലൈക്ക് മാനെ, സാല അവരായിട്ടുള്ള ജസ്റ്റ് ഇന്റർചേഞ്ചും ലിങ്ക് പ്ലേയും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സിംഗിൾ അവിടെ കളിക്കണം. ലൈക്ക് അവരുടെ നെക്സ്റ്റ് മൂവ്മെന്റ് എന്താന്ന് പ്രെഡിക്ട് ചെയ്തിട്ടുള്ള ഒരു പാസ്സാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം ചെൽസിയിൽ നമ്മൾ കണ്ടിട്ട് കാലങ്ങളായി സത്യം പറഞ്ഞ. ഗോളൊക്കെ എങ്ങനെയോ നമുക്ക് 5 year കോൺട്രാക്ട് ഫോർ പോർട്ടർ എന്ന് പറയുന്നത് സിയേഷ് ക്യാൻ പ്ലേ ആസ് എ റൈറ്റ് മിഡ്ഫീൽഡർ. സോ യെസ്, ഐ മീൻ ഹി ക്യാൻ ഡെഫിനറ്റ്ലി പ്ലേ ആസ് എ റൈറ്റ് മിഡ്ഫീൽഡർ, യാതൊരു സംശയമില്ല. സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് എന്തായിരിക്കും എന്നുള്ളത്. സോ ദർ ഇസ് പൊട്ടൻഷ്യൽ. ഐ മീൻ നമ്മുടെ ടീമിൽ വെച്ച് നോക്കാൻ നേരത്തെ എന്താ ക്വാളിറ്റി കൈൻഡ് ഓഫ് വ്യൂ ഓഫർ ദാറ്റ് ഇറ്റ്സെൽഫ് ലൈക്ക് 2 to 3 times upgrade over a very good team like Brighton. അപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ട്. ദ ക്വസ്റ്റ്യൻ ഇസ് ക്യാൻ ഹി ഹാൻഡിൽ ദ ബിഗ് ടൈം പ്രഷർ എന്നുള്ളതാണ്. അതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്, ഈ ഒരു കൈൻഡ് ഓഫ് പ്ലെയേഴ്സ് ആൻഡ് എബിലിറ്റി ഉള്ളത്. ആൻഡ് ലേറ്റസ്റ്റ് ന്യൂസ്, ഗ്രാം പോട്ടർ is set to sign a 5 year contract, 5 വർഷത്തെ കോൺട്രാക്ട്. He'll be a head coach rather than a manager. Calling it a head coach, I think head coach, yes, transfer, പക്ഷേ he should be more of a manager. പുള്ളിക്കാരൻ ട്രാൻസ്ഫറിന് കുറെ കൂടി ഇൻവോൾവ്മെന്റ് വേണം എന്നാണല്ലോ പറയുന്നത്. അതന്നെ ഇൻവോൾവ്മെന്റ് ആയിരിക്കും. മൈറ്റ് ആസ് വെൽ കോൾ ഹിം എ മാനേജർ, റൈറ്റ്? ഇതിനെ ഇപ്പോ ഹെഡ് കോച്ചിനെ ആക്കി ലൈക്ക് ഇറ്റ്സ് വെരി സ്ട്രേഞ്ച് ടു മീ, ലൈക്ക് ഡസ് നോട്ട് മേക്ക് സെൻസ്. So hold on, ശിവ, പോർട്ടർ is a downgrade, യാതൊരു സംശയമില്ല. പക്ഷേ he might become an upgrade. As of now, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അതെ. ഇപ്പൊ ഉദാഹരണത്തിന് പെപ് ഗോർഡിയോള ബാർസലോണ ബി ടീമിൽ നിന്ന് എ ടീമിലേക്ക് വന്നു. നൗ ലുക്കിംഗ് ബാക്ക്, ദാറ്റ് വാസ് എ ലെജൻഡറി ഡിസിഷൻ. അന്ന് എല്ലാവരുടെ സിദാൻ, അന്ന് എല്ലാവരുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ആ ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ഒരു പക്ഷെ തെറ്റായി പോകട്ടെ എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം ഡീൽ ചെയ്യണം എന്നുള്ളതാണല്ലോ. Anyway, final thoughts, guys, before we wind up. Jitu? Obviously excited, but sad that to see such a coach like Tuchel leave. ആ ഒരു ഇതിന് ടോം ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്കുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു കോച്ചിനെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ സാക്ക് ചെയ്തത്. ബട്ട് ഓബ്വിയസ്ലി നമ്മൾ വീൽ ഹാവ് ടു മൂവ് ഓൺ. ആൻഡ് ഇപ്പോഴത്തെ ഒരു ഇതില് പ്രഡിക്ഷനോ ലൈക്ക് എക്സ്പെക്ടേഷനോ ഒന്നുമില്ല. ലൈക്ക് വി വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ആഫ്റ്റർ ദ ഫസ്റ്റ് ഫ്യൂ മാച്ചസ്. അത് കഴിഞ്ഞിട്ട് ഓബ്വിയസ്ലി ആ ഒരു ഫസ്റ്റ് കോച്ച് ബൗൺസ് എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് ഫ്യൂ പെർഫോമൻസസ്, ഫസ്റ്റ് ഫ്യൂ മാച്ചസ് ഞാൻ പറയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തോൽവി അണ്ടർ പോട്ടർ. അതെ, ഒരു ഹാഫ് സീസൺ, ഒരു വേൾഡ് കപ്പിന്റെ ബ്രേക്ക് കഴിയണ ആ ഒരു പീരീഡ് വരെയെങ്കിലും നോക്കേണ്ടി വരും എങ്ങനെയാണ് ലൈക്ക് മുമ്പോട്ട് പോകണേന്ന്. Like obviously excited about his tactical know-how and his setup, which obviously suits our team. അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ലൈക്ക് പോട്ടർ ഇസ് എ ഗുഡ് ഓപ്ഷൻ അറ്റ് ദിസ് മൊമെന്റ്. ബിക്കോസ് വേറെ കോച്ചസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു മൊമെന്റ് ഓഫ് ടൈമിൽ അവൈലബിൾ ഇല്ല. അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പോട്ടറാണ് ഈ ഒരു സിറ്റുവേഷനിൽ ടേക്ക് അപ്പ് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സ്. ബട്ട് ദെൻ വീൽ ഹാവ് ടു സീ. ഇങ്ങനെ പറഞ്ഞ പോലെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ബിഗ് ക്ലബ്, പിന്നെ ചെൽസി പോലെ ഒരു ക്ലബിൽ എങ്ങനെ പുള്ളി ആ പ്രഷർ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടറിയണം. ഓൺലി ടൈം വിൽ ടെൽ. ബട്ട് ദെൻ ആസ് ഓഫ് നൗ ഫ്രാങ്ക് ലാംപാർഡിന്റെ കേസ് ഓക്കെ. എവർട്ടനെ സത്യം പറഞ്ഞാൽ റെലിഗേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ് ചെയ്തത് കഴിഞ്ഞ സീസണിൽ. പക്ഷെ അതിന് മുമ്പത്തെ സീസണിൽ ചെൽസിനെ ടോപ്പ് 4 എത്തിച്ചു. ഈവൻ ദോ ഹി ഹാഡ് മാനേജ്ഡ് ഓൺലി ഡെർബി കൗണ്ടി. സോ ജസ്റ്റ് ബിക്കോസ് ഓഫ് പ്ലെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തപ്പോൾ തന്നെ ഒബ്വിയസ്ലി ടോപ്പ് 4 എത്തി. സോ ഗ്രാം പോട്ടർ ഓൺ ദി അതർ ഹാൻഡ് ഇസ് അറ്റ്ലീസ്റ്റ് പ്രൂവൺ ഇൻ ടേംസ് ഓഫ് ബ്രൈറ്റൺ. അറ്റ്ലീസ്റ്റ് പ്രീമിയർ ലീഗ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ കൂടെ തന്നെയാണ്. സോ ദാറ്റ് ഇസ് ഹ്യൂജ് എന്താ പറയണേ അഡ്വാൻറ്റേജ് ഓവർ ഫ്രാങ്ക് ലാംപാർഡ്. സോ ടോപ്പ് 4 ഒരു ചാലഞ്ച് ആവും തോന്നുന്നില്ല. ലെറ്റ്സ് സീ. ഗിരീഷ്?
obviously I have to repeat myself every time, പക്ഷെ നല്ല വിഷമമുണ്ട് തുഷൽ പോയെന്ന്, but we have to move on from that. ഇതൊരു ബ്രേക്കപ്പ് പോലെയാണ്. We have to move on. There's no other option from it, and we have to welcome Potter with both our hands open. So പൊട്ടൻഷ്യൽ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗ് പ്രൂവൻ മാനേജർ ആണ്. നമ്മുടെ ഒരു മിഡ് ടേബിൾ ഓർ ലോവർ മിഡ് ടേബിൾ ബ്രൈറ്റൺ പോലത്തെ ഒരു ക്ലബിനെ എടുത്തിട്ട് ലൈക്ക് ഹീസ് പെർഫോമിംഗ് സോ വെൽ. നല്ലൊരു അട്രാക്റ്റീവ് ഫുട്ബോൾ പ്ലേയിങ് സ്റ്റൈലാണ്. there's a lot of good things about him. എല്ലാവരുടെ മനസ്സിൽ ആകെ ഒരു പേടിയല്ലോ that will he be able to convert to the top level or an elite level. I just hope he has it. I hope he does it. I really hope he does it, because if he does it, there'll be nothing like that. നമുക്കും വേണം അങ്ങനെ പോലെ സ്റ്റോറി. ലൈക്ക് I also want my club to have that story of, you know, getting a scouted person, well scouted person, and making him a superstar. ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവട്ടെ in Chelsea. That's what I hope and pray. Like വേറൊരു like concern കൂടി ഉണ്ട്. Like he has been like touted as the next England manager to take over after അല്ല അതിന് നടക്കില്ലല്ലോ. അപ്പോ അത് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പുള്ളി ഇട്ടിട്ടു എനിക്കറിയില്ല അതെങ്ങനെയാണ്. ഇല്ല, അത് കോൺട്രാക്റ്റിൽ ഉണ്ടാവും. കാരണം if he has to go, പുള്ളിക്കാരൻ അതിന്റെ കോൺട്രാക്റ്റിൽ ഉണ്ടാവും. So അതെ, not an easy thing. ഫയർഡ് ആണെങ്കിൽ you get compensated. റിസൈൻ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ. നമ്മൾ ലോങ് ടേം പ്രോജക്റ്റ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ അത് എന്തായാലും ഒരു ക്ലോസ് വെക്കും. അതെ. anyway, thank you guys, thanks for joining everybody. എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്കൊന്നും അറിയില്ല, നമ്മളൊരു അൺപ്രഡിക്റ്റബിൾ സൈഡിൽ കൂടെ പോവുകയാണ്. ലെറ്റ്സ് സീ whatever happens in the near future, but thanks for joining. Thanks Jatu, thanks Girish. കുറച്ച് നേരത്തേക്ക് ജോയിൻ ചെയ്ത ഡ്രങ്കൻ ടോം. ബൈ ബൈ.